ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ലോഗ്. ബോഗൺവില്ല ചെടികളിൽ നിറയെ പൂക്കൾ വരാനുള്ള ടൈമായി തുടങ്ങിയില്ലേ. ബോഗൺവില്ലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബോഗൺവില്ലിന് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് കൊടുത്ത് നമ്മൾ വളമൊക്കെ ഇടേണ്ട ടൈമായി തുടങ്ങി. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ചെയ്യണത്. നിറയെ ചട്ടിയിലൊക്കെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇന്ന് വളമിട്ട് കൊടുക്കട്ടെ വിചാരിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ബോഗൺവില്ലയുടെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണില്ലേ. എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുമല്ലോ അത് പൂവിട്ടാലേ. അപ്പം നമുക്ക് കളകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഈ പുല്ലുകളൊക്കെ ഒന്ന് കിളച്ച് കളഞ്ഞ് പിന്നെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് വേഗം മണ്ണിലേക്ക് ലയിച്ച് ചേർന്നോളും. ഇത് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, മറ്റേ മാതിരി കട്ടായി നിൽക്കൂലല്ലോ, വേഗം മണ്ണിലേക്ക് ഇറങ്ങി പൂത്തോളെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഓരോ ചട്ടിയിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. 22 വർഷം പഴക്കമുള്ള തൈകളാണ് കേട്ടത്. അപ്പം അതിനനുസരിച്ച് ഞാൻ വലിയ ചട്ടി ആക്കി കൊടുത്തതാണ്. അതൊക്കെ ചെറിയ ചട്ടിയിലായിരുന്നു. വേരൊക്കെ നല്ല വണ്ണം വെച്ചതൊക്കെ. ഇതൊക്കെ ഞാൻ മുട്ടത്തോടും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതാണ് കേട്ടോ, നമ്മൾ അടുക്കള വേസ്റ്റ്. അപ്പോൾ അത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് വളം കൂടി ഇട്ട് കൊടുത്താൽ എളുപ്പം പുതിയതൊക്കെ തളിർത്ത് വരും ഇലകൾ. അപ്പോൾ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടായിക്കോളും. ബോഗൺവില്ലൊക്കെ നല്ല വെയിൽ വേണം കേട്ടോ. വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. വെയിലില്ലെങ്കിൽ പൂക്കൾ കുറവാകും. വെയിലുള്ളിടത്ത് നല്ല നിറച്ച് പൂക്കൾ ഉണ്ടാവും. പിന്നെ റോഡ് സൈഡിലൊക്കെ ബോഗൺവില്ലമേലൊക്കെ ഒരുപാട് പൂക്കൾ കണ്ടിട്ടില്ലേ. വണ്ടികളുടെ പുകപടലൊക്കെ തട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് റോഡ് സൈഡിലുള്ള ബോഗൺവില്ലമേലൊക്കെ നിറച്ച് പൂക്കളാണല്ലേ. പിന്നെ വെയിലുണ്ടെങ്കിൽ ഇത് വീട്ടിലാണെങ്കിലും ഒക്കെ പൂവുണ്ടാവും കേട്ടോ. വെയിൽ കുറച്ച് കുറഞ്ഞാൽ പൂക്കൾ നല്ല കുറവാണ് കേട്ടോ പൂക്കൾ. മഴക്കാലമാകുമ്പോൾ നമ്മൾ വല്ലാതെ ഈ ബോഗൺവില്ല ശ്രദ്ധിക്കൂലല്ലോ, പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വളർന്നു പോവുകയായിട്ട് ചെയ്യുക. എല്ലാ ചട്ടിയിലും നമ്മൾ പോയിട്ട് കളകളൊക്കെ പറിച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ വളമിട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ നാടൻ വളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 19 ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാതും ഒന്ന് ഈ വെട്ടി കൊടുത്തതൊക്കെ ഒന്ന് തെഴുത്ത് വന്നിട്ട് പിന്നെ നമുക്ക് 19 ഒഴിച്ച് കൊടുക്കാണ്ട്. എനിക്ക് ചെയ്യുമ്പോൾ നവംബർ ഡിസംബർ മാസമാകുമ്പോഴത്തേനും നിറയെ പൂവാകും കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് നോക്കാൻ തന്നെ നമുക്ക് എന്തൊരു ഭംഗിയാവുന്നോ. ഇതിന്മേലൊക്കെ നിറയെ പൂവുണ്ടാകുമ്പോൾ ഈ ഒരു വളം എല്ലാ ചെടിക്കും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ നാടവളം കിട്ടാനില്ലാത്തവർ പിന്നെ ഇംഗ്ലീഷ് വളം മാത്രം ഇടേണ്ടി വരും. ഇത് നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചെടികൾക്കൊക്കെ നല്ല കരുത്തും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. ഇങ്ങനെ നമ്മളെല്ലാ ചട്ടിയിലും വളം ഇട്ടിട്ടൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മണ്ണിലേക്ക് എളുപ്പം ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ എല്ലാത്തിനും ഞാനതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ചെറുതായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവില്ല തുടങ്ങിയിട്ടോ ബോഗൺവില്ലമേൽ. അതൊന്നും നമ്മൾ നോക്കണ്ട, കട്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് തൈകൾ നടാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഈ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ നമ്മൾ ഹോളുണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഒരു എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ഗ്യാസുമ്മ വെച്ച് ചൂടാക്കിയിട്ട് അത് പിന്നെ ഈ ചട്ടിൻ്റെ അടിയിലിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹോളായിക്കോളും. അങ്ങനെ 3-4 ഹോളൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടോ. എല്ലാ പാത്രം കൂടി ഒന്നിച്ച് വെച്ചത് കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തുമ്മിലും ഒരേ മാതിരിയാവും. ഈ തൈകളാണ് കേട്ടോ ഒന്ന് വെക്കാനുള്ളത്. ഇത് അടേനിയ തൈകളാണ്. ഒരുപാട് അടേനിയത്തിൻ്റെ തൈകളുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങണത്. അപ്പോൾ മണ്ണും മണലും കൂടിയ മിക്സാണ് കേട്ടോ അത്. അതിലേക്ക് ഞാൻ ഈ ചാണകപ്പൊടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ചട്ടികൾ നിറക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചട്ടികളിലൊക്കെ നല്ല വലിയ ഹോളായതുകൊണ്ട് വെള്ളം തീരെ നിൽക്കൂല കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. ഈ അടേനിയൊക്കെ വെക്കാൻ തീരെ വെള്ളം നിൽക്കാത്ത ചട്ടികളാണ് വേണ്ടത്. അല്ലെങ്കിൽ വേഗം കേട് വന്ന് പോകും, ചീഞ്ഞ് പോകും.
അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനത്തെ ഹോള് വലിയ വലിയ ഹോൾ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അങ്ങനെ തൈകളൊക്കെ വേഗം നട്ടു കേട്ടോ. ഇന്നാൾ വെച്ച തൈകൾ എന്തായാ പോയി നോക്കിയിട്ടില്ല. പിന്നെ അന്നൊക്കെ വെള്ളം നനച്ച് കൊടുത്തു എന്നല്ലാണ്ട്. പക്ഷെ ഒക്കെ നല്ല ഹെൽത്തി ആയി വളർന്നിട്ടുണ്ട് കേട്ടോ. ആ ഫസ്റ്റ് വെച്ച തൈകളൊക്കെയാണ് ഇരിക്കുന്നത്. ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.